ഫൈനലി ഇന്നാണ് നമ്മൾ കാത്തിരുന്നിട്ടുള്ള കല്യാണം. ഞാനാണെങ്കിൽ സാരി ഒക്കെ എടുത്ത് ഒരുങ്ങി പോവാന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. ലാസ്റ്റ് ഞാൻ അമ്മയും കുട്ടിക്കത്തെ വഴിക്ക് സാരി എടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയില്ല, എനിക്ക് പിടിച്ചില്ല. ഞാനിരുന്ന് കരഞ്ഞു, കല്യാണത്തിന് പോണില്ല എന്ന് പറഞ്ഞ അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും കിട്ടിയ ഡ്രസ്സ് ഇട്ട് ചാടി ഓടി ഇറങ്ങി. കാരണം ഞാൻ ഭയങ്കര ലേറ്റായി. 10:45 ഇറങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ കയറിയ ബസ്സിലെ ഡ്രൈവർ ഓടിക്കയറുന്നില്ല, പറപ്പിക്കയറുന്നു. എന്നിട്ട് കറക്റ്റ് സമയത്തിന് എനിക്ക് സ്റ്റാൻഡ് ആയിരുന്നു. ഫാത്തിമയുടെ ഉപ്പയുടെ കാറിലാണ് കേട്ടോ ഞങ്ങൾ ഹാളിലോട്ട് എത്തിയത്. ഹാളിലെത്തിയതും കണ്ട കാഴ്ചതാ അവിടെ ഇരുന്ന് കയറുന്ന കൊച്ചിനെ കല്യാണമൊക്കെ അല്ല, അതുകൊണ്ടാവും. ഞങ്ങൾ നേരെ ഹാളിൽ കയറിയപ്പോൾ അവിടെ നിക്കാഹ് നടക്കുന്നുണ്ടായിരുന്നുള്ള സംഭവം. എനിക്ക് നിക്കാഹിനെ പറ്റി ഒരു എത്തും പിടിയില്ല. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. നമ്മുടെ പെട്ടി വന്നിട്ടില്ല, പെട്ടിക്കുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ അപ്പം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പെട്ടിയും കൊണ്ട് ഷിറു നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പെട്ടി വരണ വരവ് കണ്ട അങ്ങനെ പെട്ടിയും കയ്യിൽ കിട്ടി വീണ്ടും ഞങ്ങൾ ഹാളിൽ കയറിയിട്ട് ഇത് അവളിൽ കൊടുത്തിട്ട് പോകാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ അവളെ ഒട്ടുക്കഥ നിർബന്ധം സ്റ്റേജിൽ ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവിടെ ഞങ്ങൾ സെക്കൻഡ് വീട്ടുകാരുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് അവൾ വരണ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം നമുക്ക് പെട്ടി കൊടുക്കാണ്ട് പോരാൻ പറ്റില്ല. ഓരോ ദിവസത്തൊക്കെ കഷ്ടപ്പാടാണല്ലോ പെട്ടിക്കകത്ത് ഇരിക്കുന്ന സംഭവങ്ങൾ.